കൊണ്ടുപോവാ അല്ല കൊണ്ടുപോയി കൊടുന്നാ മതി കൊണ്ട് അല്ല 2 ദിവസം കഴിഞ്ഞാൽ കൊണ്ടുവരുമോ? നിങ്ങൾ കാണിച്ചു കൊടുത്താൽ മതി എല്ലാവർക്കും. ധനുവിന് കിട്ടിയതാണ് പറഞ്ഞിട്ട്. എന്നിട്ട് എപ്പോഴേലും നിങ്ങൾ ഫ്രീ ആകുമ്പോൾ കൊടുത്താൽ മതി. കുറച്ച് ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങൾ കൊണ്ടേക്കോളി. അവിടെ ചെതലൊടിച്ചു കുറച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ എടുത്തോണ്ടി. 2 ഫോട്ടോ എടുക്കാണ്ട് അതിൻ്റെ. ആയിക്കോട്ടെ. നല്ല സ്ഥലത്ത് വെക്കണം കേട്ടാ. തളപ്പുമല്ലോ. ഷോക്കേസില് നമുക്കൊരു സോഡ കൊടുന്നേക്കാം കേട്ടോ. എന്നാ ഓക്കെ. അല്ല ഇന്ന് കൊണ്ടേക്കോളി. ഫോട്ടോ നാളെ എടുത്താലും മതി. ഇതാ വരുമ്പോ കൊടുന്നാ മതി. ചാടാന്നാ മതി. ചാടി പൊട്ടാന്നാ മതി. ഫോട്ടോ എടുക്കാനാകുമ്പോ കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ കൊണ്ടേ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടേക്കോണ്ടി. ആയിക്കോട്ടെ. പോണ സീൻ നല്ല രസം ഉണ്ടാവും. ഇല്ലേ ഫ്ലവേഴ്സിന്റെ അവാർഡ് ആ പോണ്. ഇതാ പോകുന്നു. ഇതാ പോകുന്നു. ചെമ്മാത്ത. ഇത് ഉത്ര ഭംഗി. അതെന്റെ കാറല്ലേ. പാപ്പനും പിള്ളേരും കപ്പ് തൂക്കി. ആൾക്കാരോട് എന്താ പറയാ കപ്പ് കിട്ടീന് ഒന്നും കൂടി കുറ്റം പറയണൊക്കെ ഒന്നും കൂടി ഒന്ന് ശക്തിപ്പെടുത്തി സ്ട്രോങ് ആക്കാൻ പറയാം. അപ്പോഴേ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ കൂടുതൽ കിട്ടുള്ളൂ. കാരണം എന്നെ തെരഞ്ഞെടുക്കാൻ കാരണം ആൾക്കാർ വെറുതെ കുറ്റം പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചതാണ്. മനസ്സിലായോ? അവരാരും മൈൻഡ് ചെയ്തില്ലേ. നമ്മൾ നേരവണ്ണം പോയാൽ ആരും നമ്മൾ മൈൻഡ് ചെയ്യില്ല. നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ചാരിറ്റി ഒക്കെ ചെയ്ത് നമ്മൾ ഗുണങ്ങളൊക്കെ സമൂഹത്തിന് ചെയ്താൽ എന്താ ആൾക്കാർ ആരും നല്ല രീതിയിൽ പോവാ. പൊത്തു പറയല എന്തെങ്കിലും നമ്മളിപ്പോ എന്തെങ്കിലും സാധാരണ നോർമൽ ഒരു കാര്യം ചെയ്യുമ്പോ അതിൽ നമ്മൾ പോലും അറിയാത്ത തെറ്റുകളൊക്കെ ഉണ്ടാവും. അതിങ്ങനെ നോട്ടീസ് ചെയ്യാണ്ട് വീഡിയോ ഇടുക. ഒരു 4-10 ആൾ കൂടി ഇരിക്കുക. ടൈം ഒരു 10 ചില്ലറ ഉണ്ടാക്കുക. കാരണം നേരവണ്ണം ഉണ്ടാക്കാനുള്ള കൈ വിളിക്കില്ല. ബാക്കിയുള്ള ഇങ്ങനെ ഇറച്ചി തിന്നാണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതേമാതിരി അവാർഡുകളൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ അങ്ങനെയാണ്. അല്ല ഇത് അങ്ങനെ കിട്ടിയല്ലോ കേട്ടോ.